ലെറ്റ്സ് മേക്ക് അനദർ ക്രിസ്മസ് ഡെക്കർ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറ്റത്തൊക്കെ കിട്ടുന്ന ഈ ഉണങ്ങിയ ചെടിയുടെ വള്ളികൾ, പിന്നെന്താ ഉണങ്ങിയ വാഴയില, ചുള്ളിക്കമ്പുകൾ, അതൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആദ്യം തന്നെ ഇതിൽ നിന്നൊരു വള്ളി എടുത്തിട്ട് നമുക്കൊരു റിങ് ബേസ് ഉണ്ടാക്കിയെടുക്കണം. ഇതുപോലെ പശ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. നമ്മൾ ഈ റിങ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും അറ്റത്ത് പിന്നെ ഒരു ഭംഗിക്കും കൂടെ വേണ്ടിയിട്ട് അതിൻ്റെ പുറത്ത് വീണ്ടും ഗം തേച്ചിട്ട് നമ്മൾ ഒരു വള്ളി വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല പശയാണെങ്കിൽ ഇതില്ലേലും ഇരുന്നോളും. അപ്പോൾ അത് വേണേൽ ചെയ്താൽ മതി, കുഴപ്പമില്ല. എന്നിട്ട് നമുക്ക് വേണ്ടത് 5 ചുള്ളിക്കമ്പുകളാണ്. 5ഓ 6ഓ ആവാം, കുഴപ്പമൊന്നുമില്ല. 6 ആണെന്ന് തോന്നുന്നു നല്ലതെന്ന്. ഞാൻ ശരിക്കും ഇവിടെ 5 എടുത്തിട്ടുള്ളൂ. 6 ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നുന്നു. എന്നിട്ട് ഇതുപോലെ 2 എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ആ റിങ്ങിൽ വെച്ചിട്ട് താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. മേളിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് വേണം ഇതുപോലെ ഒരു വള്ളി വെച്ചിട്ട് ചുറ്റി ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. വള്ളി വെച്ചിട്ട് കെട്ടിയ പോലെ ഒട്ടിച്ചു കൊടുക്കണം, എന്നാലേ അതിരിക്കത്തുള്ളൂ. പിന്നെ ബാക്കി വരുന്ന 3 ചുള്ളിക്കമ്പുകളും ഞാൻ ഇതുപോലെ അതിൻ്റെ വട്ടത്തിൽ വെച്ചിട്ട് താഴെ ഒട്ടിച്ചു കൊടുത്തു. മേളിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഫ്രെയിമിൻ്റെ കാര്യം ഏകദേശം തീരുമാനമാവും. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഉണങ്ങിയ വാഴയിലയാണ്. അതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ. അതങ്ങനെ വാഴയില നമുക്ക് എടുത്തിട്ട് നമുക്കിങ്ങനെ ഒരുപാട് തിന്നില്ല എങ്കിലും ഇതുപോലെ സ്ട്രിപ്സായിട്ട് ആക്കിയെടുക്കണം. എന്നിട്ട് ഈ ഓരോ സ്ട്രിപ്പും ഇങ്ങനെ വാല നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം. അത് നീളത്തിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മുടെ ആ ഫ്രെയിമിലോട്ട് എന്താ പറയുക, പശ തേച്ചിട്ട് ഇതുപോലെ ചുറ്റി ഒട്ടിച്ചു കൊടുത്താൽ നമ്മുടെ ക്രിസ്മസ് ട്രീ ഇവിടെ റെഡിയാവും. ഒരു ഡിഫറെൻറ്റ് ക്രിസ്മസ് ട്രീ. ഇതാണ് ക്രിസ്മസ് ട്രീ എന്ന് ചോദിക്കരുത്, ഒരു ഡിഫറെൻറ്റ് ക്രിസ്മസ് ട്രീ, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഒരു ഈർക്കിലി വെച്ചിട്ട് ഒരു സ്റ്റാറും കൂടി ഉണ്ടാക്കി കൊടുക്കാം. ഈർക്കിലി അല്ല ഇത്, ഞങ്ങളുടെ കയ്യിൽ ഈർക്കിലി ഉണ്ടെങ്കിൽ അത് വെച്ച് ഉണ്ടാക്കിയാൽ മതി. പിന്നെ ആ ഒരു സ്റ്റാർ നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിൽ, നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഏറ്റവും മുകളിൽ ഒട്ടിച്ചു കൊടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കൈ കിട്ടി കുറച്ച് മുത്തും കൂടെ അവിടെ ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ശരി.